നമസ്കാരം. എൻ്റെ പേര് ലൗലി മേനോൻ. ഞാൻ 10-26 വർഷമായിട്ട് ടീച്ചർ കം കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾ സഹായകരമായ ചില മാർഗനിർദ്ദേശങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഈ ദേവികൃപ ഗൈഡൻസ് ചാനൽ ആരംഭിക്കുകയാണ്. ഇപ്പോൾ വർഷങ്ങളായി കുട്ടികളോട് കൂടെ പ്രവർത്തിച്ച അനുഭവത്തിൽ ഞാൻ ഇന്നത്തെ കാലത്തെ പല കുട്ടികളും വളരെയധികം മാനസിക സമ്മർദ്ദവും ആശങ്കയും അനുഭവിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠനവുമായി ബന്ധപ്പെട്ട എക്സാം ഫിയർ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യപ്പെടുന്നത്, മൊബൈൽ ഫോണിൻ്റെ അധിക ഉപയോഗം, ഇതുപോലുള്ള പല കാരണങ്ങളും കുട്ടികൾക്ക് എപ്പോഴും സ്ട്രെസ്സും കൺഫ്യൂഷനും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പല മാതാപിതാക്കൾക്കും കുട്ടികളെ എങ്ങനെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യണം എന്ന ആശങ്കയും ഉണ്ടാകാറുണ്ട്. ഈ അനുഭവങ്ങളാണ് എനിക്ക് ഈ ഒരു ചാനൽ ആരംഭിക്കണം എന്ന ഒരു ചിന്ത നൽകിയത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും ചെറിയ ഗൈഡൻസും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടും നൽകാൻ കഴിയുന്ന ഒരു ചെറിയ ശ്രമമാണ് എൻ്റെ ഈ ദേവികൃപ ഗൈഡൻസ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ എടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളിലെ എക്സാം ഫിയർ. ഇപ്പോൾ പല വിദ്യാർത്ഥികളും പഠനം നല്ല രീതിയിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും പരീക്ഷ അടുത്ത് വരുമ്പോൾ അവർക്ക് ഭയം, അതുപോലെ തന്നെ ടെൻഷൻ, അതുപോലെ ആശങ്ക എന്നിവ അനുഭവിക്കുന്നതായി കാണാം. ചിലപ്പോൾ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്നോട് വന്ന് പറയാറുണ്ട് കുട്ടികൾ, ടീച്ചറെ നന്നായി പഠിച്ചിരുന്നു, പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ മറന്നു പോകുന്നത് പോലെ തോന്നുന്നു, ഞാൻ വിചാരിച്ച പോലെയൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന്. നിങ്ങളുടെ അടുത്തും പാരൻസിൻ്റെ അടുത്തും കുട്ടികൾ അങ്ങനെ വന്ന് പറയും. ഇതെപ്പോഴും എക്സാം ഫിയർ കാരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സാം ഫിയർ ഉണ്ടാകുന്നതിനുള്ള ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേയിട്ട് മാർക്ക് കുറയുമോ എന്ന ആശങ്ക കുട്ടികൾക്ക്, അതുപോലെ തന്നെ മാതാപിതാക്കളെയും അധ്യാപകരെയും നിരാശപ്പെടുത്തുമോ എന്ന ഒരു ഭയം കുട്ടികൾക്ക് ഉണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമോ എന്ന പേടി. പിന്നെ അവസാന നിമിഷം വരെ പഠനം മാറ്റിവെക്കുന്ന ശീലം. ഈ കാരണം കൊണ്ട് കുട്ടികളിൽ എപ്പോഴും ആത്മവിശ്വാസക്കുറവും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറവും ഒക്കെ ഉണ്ടാക്കാം ഈ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി എനിക്ക് കുട്ടികളോട് പറയാനാണ്, സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ചില ചെറിയ കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സാം ഫിയർ കുറയ്ക്കാൻ സാധിക്കും. ഈ കുട്ടികൾ പഠിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെ മാറ്റിവെക്കരുത്. ചിട്ടയായിട്ടൊരു പഠനം സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ചും ബോർഡ് എക്സാമൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ആദ്യമേ തന്നെ ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് പഠിപ്പിച്ചതിനെ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിൽ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾ നല്ല ഉറക്കം ഉറപ്പാക്കുക. അതുപോലെ തന്നെ വെള്ളം നല്ലവണ്ണം കുടിക്കുക. ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡും ഒഴിവാക്കുക. അതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും മനസ്സിൽ പറയുക, ഐ ക്യാൻ, എനിക്ക് കഴിയും. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും ആത്മവിശ്വാസം വളർത്താൻ കുട്ടികളെ സഹായിക്കും. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് പാരൻസിൻ്റെ പങ്കാണ്. കുട്ടികളുടെ എക്സാം ഫിയർ കുറയ്ക്കുന്നതിൽ പാരൻസിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അതായത് നമ്മുടെ കുട്ടികളെ അടുത്ത വീട്ടിലെ കുട്ടിയോ, അതേ പ്രായത്തിലുള്ള അടുത്ത വീട്ടിലെ കുട്ടിയോ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ തന്നെ ഫ്രണ്ട്സിനെയോ ആയിട്ട്, കണ്ടോ ആ കുട്ടി മാർക്ക് വാങ്ങിയത് കണ്ടോ, നീ എന്താ ഇങ്ങനെ കുറവ് മാർക്ക് വാങ്ങിയേ, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഒരിക്കലും പാടില്ല. മാർക്ക് മാത്രം നോക്കാതെ അവരുടെ ശ്രമത്തെയും അഭിനന്ദിക്കണം. അതായത് കുട്ടികൾ പഠിച്ചു, മാർക്ക് കിട്ടിയില്ല, ഓക്കെ, അപ്പോൾ അവരുടെ അടുത്ത് പറയുക, സാരില്ല മക്കളെ, നിങ്ങൾ ഇത്രയും പഠിച്ചില്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് നമ്മുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
പിന്നെ എപ്പോഴും വീട്ടിൽ ശാന്തമായ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് ഉണ്ടാവുക. അതുപോലെ അവരെ എപ്പോഴും പാരൻസ് ചേർത്ത് പിടിക്കുക. അപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് വലിയൊരു ആത്മവിശ്വാസം കിട്ടും. പാരൻസ് എപ്പോഴും പറയുന്ന ഒരു ചെറിയ വാക്ക് മതി, മക്കളെ നീ ശ്രമിച്ചാൽ മതി, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജിയാണ് അവർക്ക് കൊടുക്കുക. ഇനി എനിക്ക് അവസാനമായിട്ട് എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ജീവിതത്തിൽ വിജയം നേടാൻ മാർക്ക് മാത്രം മതിയാവില്ല. ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എപ്പോഴും പാരൻസിൻ്റെ സപ്പോർട്ടും പിന്നെ ആ പഠിക്കുന്ന കുട്ടിയും ചിട്ടയായ ഒരു പഠന രീതിയും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എക്സാം ഫിയറിൽ നിന്നും കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ സ്റ്റുഡൻസിനും പാരൻസിനും സഹായകരമായ കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോകളിൽ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ സംസാരിക്കണം എന്നുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോകളിൽ ഇട്ട് തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.